ചിങ്ങമൊന്ന് കർഷക ദിനത്തിൽ സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക സംരക്ഷണ സമിതി പാലക്കാട് കരിദിനം ആചരിച്ച് സത്യാഗ്രഹം സംഘടിപ്പിച്ചു. സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, ഓരോ കർഷകരും നെല്ലുവില ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. കർഷകർ താലിമാല കയ്യിലേന്തിയാണ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. ഓണത്തിന് വിൽക്കാൻ കാണം പോലുമില്ലെന്നും താലിമാല മാത്രമാണ് ഉള്ളതെന്നും സമരക്കാർ പറഞ്ഞു. നിലവില് നമ്മൾ 5 മാസമായി നെല്ല് സപ്ലൈക്ക് കൊടുത്തിട്ട് പൈസ കിട്ടാൻ വഴിയില്ല. ഇപ്രാവശ്യത്തെ ഈ ക്രോപ്പ് വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ട് 2-3 പ്രാവശ്യം നടീൽ ചെയ്ത കർഷകരാണ്. ആ നടീലിന് മുഴുവനുള്ള പൈസ നെല്ല് വിറ്റ് പൈസ കിട്ടാത്തത് കൊണ്ട് നമ്മൾ മുഴുവൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഉള്ള ഗോൾഡും മക്കളുടെയും പേരക്കുട്ടികളുടെയും എല്ലാം ഗോൾഡ് പണയപ്പെടുത്തിക്കൊണ്ടാണ് രാസവളം വാങ്ങലും നടീലും നടത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഓണം വരുമ്പോൾ ഓണത്തിന് ചെലവാക്കാൻ വേണ്ടി 10 പൈസ കർഷകന്റെ കയ്യിലില്ല. ഉള്ളത് ഈ താലിമാല മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് വിറ്റ് കിട്ടുന്ന 5000 7,000 കൊണ്ട് ഇപ്രാവശ്യം ഓണം ഉണ്ണാനാണ് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തെങ്കിലും കർഷകന് ഇതിൻ്റെ പേരിലൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ ഈ ഗവൺമെന്റ് പരിപൂർണ്ണ ഉത്തരവാദിയും ഈ ഗവൺമെന്റ് ആയിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതും പണയം വെച്ചിട്ട് ആ പൈസയും ചെലവ് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ടും പൈസ കിട്ടിയില്ലെങ്കിൽ കർഷകന് ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ ഈ നെല്ലിന്റെ പൈസ കൊടുത്ത് കർഷകരെ രക്ഷിക്കണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ സമരം. കർഷകന്റെ പൈസ ലോൺ എടുക്കുമ്പോൾ സിബിൽ എന്ന് പറഞ്ഞിട്ട് 59 രൂപ കൃഷിക്കാരൻ്റെ നിന്ന് എടുക്കുന്നുണ്ട്. കർഷകൻ്റെ മുതലെടുത്ത് കർഷകൻ ലോൺ എടുക്കുമ്പോൾ കർഷകൻ്റെ നിന്ന് 59 രൂപ കാനറ ബാങ്കുകാർ പിടിക്കുന്നത്. ഇതൊന്നും ഗവൺമെൻറ് കാണുന്നില്ല. കാലാവസ്ഥ അതിശയ ഇൻഷുറൻസ് 2023 ഫസ്റ്റ് ക്രോപ്പിൽ കിട്ടിയതാണ്. ഇനി 4 ക്രോപ്പിൽ കിട്ടാനുണ്ട്. കേരള ഗവൺമെൻറ് അതിൻ്റെ വിഹിതം കൊടുക്കാത്ത കാരണമാണ് കിട്ടിയില്ല എന്ന് പറയുന്നത്. കർഷകനെ പല രീതിയിലും ദ്രോഹിക്കുന്ന ഈ ഗവൺമെൻറ് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ ഗവൺമെൻറ് കയറിയതാണ്. ഇപ്പോൾ പാടത്ത് പണി കൂലിയേ ഇല്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടല്ലോ കർഷകനെ. കർഷകൻ ഇനി എന്തു ചെയ്യും? നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുക, സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക, മില്ലുടമകളുടെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാതിരിക്കുക, രാസവളവില വർധനയും ക്ഷാമവും അവസാനിപ്പിക്കുക, വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രകടനക്കാർ ഉന്നയിച്ചു. പറമ്പിക്കുളം കരാർ പുതുക്കുന്നതിൽ നിരുത്തരവാദപരമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. 5 വിളക്കിന് സമീപത്ത് നടന്ന സത്യാഗ്രഹം സമിതി രക്ഷാധികാരി ചിദംബരംകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ പറയുന്നു എല്ലാ ഡ്യൂസും കൊടുത്തു, ഇനി കണക്ക് കിട്ടിയാൽ ബാക്കി സംഖ്യ കൊടുക്കും എന്നാണ് അവരും പറയുന്നത്. പക്ഷേ ഇത് ഒരു കള്ളക്കളി പോലെയാണ്. കർഷകൻ നിസ്സഹായാവസ്ഥയിൽ ആര് കൊടുക്കണം, എന്ത് കൊടുക്കണം? പക്ഷെ കർഷകൻ ഒന്നേ ഉള്ളൂ. കർഷകൻ കൊടുത്തു നെല്ലിന്റെ വിലയാണ് ചോദിക്കുന്നത്, വിറ്റ നെല്ലിന്റെ വിലയാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആ നെല്ല് കൊണ്ടുപോയി അരിയാക്കി പണമാക്കിയിട്ടുള്ള അവസ്ഥയിൽ ആ പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? ഈ ഉത്തരവാദിത്തം നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നു എന്ന് മാത്രമല്ല, കാലത്തിനനുസരിച്ച് കർഷകന്റെ കാർഷിക ഉൽപാദനത്തിന് ചെലവിനനുസരിച്ച് ഉള്ള താങ്ങുവിലയുണ്ടോ? താങ്ങുവിലയില്ല. മിനിമം സപ്പോർട്ട് പ്രൈസ് ഇല്ല. MS സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ താങ്ങുവില കണക്കാക്കുന്നില്ല. ഇപ്പോഴും 28-20 ഇവിടെ നിൽക്കുന്നു കേരളത്തില്. എന്നാൽ ഒറീസയിലും ഛത്തീസ്ഗഡ് പോലുള്ള ഗവൺമെന്റുകള് 31 രൂപയ്ക്ക് നെല്ല് സംഭരിക്കുന്നു. ഞങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വില കൊടുക്കുന്നു എന്ന് കേരള ഗവൺമെന്റ് അവകാശപ്പെടുമ്പോൾ ഈ സത്യം കാണാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഛത്തീസ്ഗഡ് ഗവൺമെന്റ്, അതുപോലെ ഒറീസ ഗവൺമെന്റ്, അത് ഏത് കക്ഷി ഭരിച്ചാലും ശരി 31 രൂപയ്ക്ക് ഇപ്പോൾ നെല്ലെടുക്കുന്നുണ്ട്. അവർക്ക് 48 മണിക്കൂറിനകം അവരുടെ അക്കൗണ്ടുകളിലെ കർഷകന്റെ അക്കൗണ്ടിലെ പൈസ എത്തിച്ചേരുന്നുണ്ട്. വായ്പയായിട്ടല്ല. ഈ മാതൃക എന്തുകൊണ്ട് കേരളത്തിൽ സ്വീകരിച്ചുകൂടാ? അപ്പോ നിരുത്തരവാദമായ നയമാണ് സ്വീകരിക്കുന്നത്. പ്രസിഡന്റ് C. വിജയൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി C. പ്രഭാകരൻ, K. ശിവാനന്ദൻ, R. മനോഹരൻ, B. രാമദാസ്, മുരളീധരൻ, സഹദേവൻ, ദീപൻ ചിറ്റൂർ തുടങ്ങിയവർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു.